Hello friends, welcome back to our channel Phoenix Excellence in Studies. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 സുവോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററായ ആനിമൽ കിങ്ഡത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ 3 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ മറക്കല്ലേ. സോ ഇന്ന് നമ്മൾ അടുത്ത 2 ഫോക്കസ് ഏരിയ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈലം പോറിഫെറയിൽ ഓസ്റ്റിയ, ഓസ്കുലം, ക്വാനോസൈറ്റ്സ് ആൻഡ് എക്സാമ്പിൾസ്. അതുപോലെ തന്നെ ഫൈലം സിലൻഡ്രേറ്റിയിലെ സ്നിഡോബ്ലാസ്റ്റ്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആൻഡ് എക്സാമ്പിൾസ്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ടോപ്പിക് ഫൈലം പോറിഫെറ. ഫൈലം പോറിഫെറയിൽ എല്ലാം ഒന്നും പഠിക്കുകയില്ല. അതിൽ മെയിൻലി ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഓസ്റ്റിയ, ഓസ്കുലം, ക്വാനോസൈറ്റ്സ് ആൻഡ് എക്സാമ്പിൾസ്. ഇത്രയുമേ ഉള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൈലം പോറിഫെറ, ഓസ്റ്റിയ, ഓസ്കുലം, ക്വാനോസൈറ്റ്സ് ആൻഡ് എക്സാമ്പിൾസ്. ഓക്കെ, ഇനി ഫൈലം പോറിഫെറയിലെ മെമ്പേഴ്സിന് നമ്മൾ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് സ്പോഞ്ചസ്. മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം ആർ കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. അതുപോലെ തന്നെ ഈ സ്പോഞ്ചസിന് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റം ഉണ്ട്. ദി സ്പോഞ്ചസ് ഹാവ് വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം. അടുത്ത് പറയുന്നത് വാട്ടർ എൻറ്റേഴ്സ് ത്രൂ ദ മൈന്യൂട്ട് പോഴ്സ് ഓസ്റ്റിയ ഇൻ ദ ബോഡി വാൾ ഇൻ ടു എ സെൻട്രൽ കാവിറ്റി സ്പോങ്കോകോയിൽ ഫ്രം വെയർ ഇറ്റ് ഗോസ് ഔട്ട് ത്രൂ ദ ഓസ്കുലം. സ്പോഞ്ചസിൽ വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റത്തിലെ പാത്വേയെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ വാട്ടർ ബോഡി വാളിൽ മൈന്യൂട്ട് പോഴ്സായ ഓസ്റ്റിയ വഴി സെൻട്രൽ കാവിറ്റിയായ സ്പോങ്കോകോയിലെത്തി അവിടെ നിന്ന് ഓസ്കുലം വഴി പുറത്തേക്ക് പോകും. സോ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റത്തിലെ പാത്വേ എന്താണ്? ഓസ്റ്റിയ വഴി സ്പോങ്കോകോയിലെത്തി അവിടെ നിന്ന് ഓസ്കുലം വഴി പുറത്തേക്ക് പോകും. ഓക്കെ, നമുക്കിവിടെ ഫോക്കസ് ചെയ്ത് പറയുന്നത് ഓസ്റ്റിയയും ഓസ്കുലവുമാണ്. ഓസ്റ്റിയ എന്താണ്? സ്പോഞ്ചസിൻ്റെ ബോഡി വാളിൽ മൈന്യൂട്ടായിട്ടുള്ള പോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയ. അതുവഴിയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റത്തിൽ വാട്ടർ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഓസ്കുലം? വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റത്തിൽ വാട്ടർ പുറത്തേക്ക് പോകുന്ന ഓപ്പണിംഗ് ആണ് ഓസ്കുലം. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വാട്ടർ എൻറ്റേഴ്സ് ത്രൂ ദ മൈന്യൂട്ട് പോഴ്സ് ഓസ്റ്റിയ ഇൻ ദ ബോഡി വാൾ ഇൻ ടു എ സെൻട്രൽ കാവിറ്റി സ്പോങ്കോകോയിൽ ഫ്രം വെയർ ഇറ്റ് ഗോസ് ഔട്ട് ത്രൂ ദ ഓസ്കുലം. നെക്സ്റ്റ്, വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റം ഇൻ സ്പോഞ്ചസിൽ ഓപ്പണിംഗ് ഓർ വാട്ടർ എൻറ്റേഴ്സ് ത്രൂ എന്താണ്? ഓസ്റ്റിയ. ഓപ്പണിംഗ് അല്ലെങ്കിൽ വാട്ടർ എൻറ്റേഴ്സ് ത്രൂ ഓസ്റ്റിയ ആൻഡ് വാട്ടർ ലീവ്സ് ഔട്ട് ത്രൂ ഓസ്കുലം. ക്ലിയർ അല്ലേ? ഇനി ഈ സ്പോഞ്ചസിലെ വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ദ ഫങ്ഷൻസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഫുഡ് ഗ്യാദറിങ്. ആഹാരം ശേഖരിക്കുന്നതിൽ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച്, അതായത് റെസ്പിറേഷന് ഹെൽപ്ഫുള്ളായ ഗ്യാസസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല വേസ്റ്റ് റിമൂവ് ചെയ്യാനും ഈ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപകരിക്കുന്നുണ്ട്. സോ ദ വാട്ടർ ട്രാൻസ്പോർട്ട് ഓർ കനാൽ സിസ്റ്റം ഈസ് ഹെൽപ്ഫുൾ ഇൻ ഫുഡ് ഗ്യാദറിങ്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, ക്വാനോസൈറ്റ്സ് ഓർ കോളാർ സെൽസ് ലൈൻ ദ സ്പോങ്കോകോയിൽ ആൻഡ് ദ കനാൽസ്. സെൻട്രൽ കാവിറ്റി ആയിട്ടുള്ള സ്പോങ്കോകോയിലും അതിൽ കനാൽസും ക്വാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാർ സെൽസ് കൊണ്ടാണ് ലൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് ഫൈലം പോറിഫെറയിലെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, സൈക്കോൺ അല്ലെങ്കിൽ സ്കൈഫ. അടുത്ത് സ്പോഞ്ചില, അതൊരു ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ്. അത് കഴിഞ്ഞ് യൂസ്പോഞ്ചിയ, അതിൻ്റെ വേറൊരു പേരാണ് ബാത്ത് സ്പോഞ്ച്. സോ ഫൈലം പോറിഫെറയിലെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ സൈക്കോൺ, വേറൊരു പേര് സ്കൈഫ. അടുത്ത സ്പോഞ്ചില, അതൊരു ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ്. അത് കഴിഞ്ഞ് യൂസ്പോഞ്ചിയ, വേറൊരു പേര് ബാത്ത് സ്പോഞ്ച്. പിന്നെ ഇനി നിങ്ങൾ ഫിഗേഴ്സ് കൂടെ നോക്കിക്കോണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക് ഫൈലം പോറിഫെറ. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, ഫൈലം സിലൻഡ്രേറ്റ. അതിൽ എല്ലാം ഒന്നും പഠിക്കുകയില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സ്നിഡോബ്ലാസ്റ്റ്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, എക്സാമ്പിൾസ്, ഇത്രയാണുള്ളത്. ഓക്കെ, ഫൈലം സിലൻഡ്രേറ്റയിൽ സ്നിഡോബ്ലാസ്റ്റ്, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, എക്സാമ്പിൾസ്, ഇത്രയാണ് പഠിക്കാനുള്ളത്. ഫൈലം സിലൻഡ്രേറ്റയെ നമ്മൾ ഫൈലം സ്നിഡേറിയ എന്നും വിളിക്കാറുണ്ട്. ഫൈലം സിലൻഡ്രേറ്റയെ ഫൈലം സ്നിഡേറിയ എന്നും വിളിക്കാറുണ്ട്. ദ ഫൈലം സിലൻഡ്രേറ്റ ഈസ് ഓൾസോ നോൺ ആസ് ഫൈലം സ്നിഡേറിയ. ഇനി എങ്ങനെയാണ് ഈ സ്നിഡേറിയ എന്ന പേര് വന്നതെന്ന് അറിയണ്ടേ? ദ നെയിം സ്നിഡേറിയ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ സ്നിഡോബ്ലാസ്റ്റ് ഓർ സ്നിഡോസൈറ്റ്സ് വിച്ച് കണ്ടെയ്ൻ ദ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ഓർ നെമാറ്റോസൈറ്റ്സ് പ്രസൻറ്റ് ഓൺ ദ ടെൻറ്റക്കിൾസ് ആൻഡ് ദ ബോഡി. അപ്പോൾ സ്നിഡോബ്ലാസ്റ്റ് ഓർ സ്നിഡോസൈറ്റ്സ് എന്നൊരു ക്യാരക്ടറിൽ നിന്നാണ് ഫൈലത്തിന് ഈ ഒരു പേര് വന്നത്. ഈ സ്നിഡോബ്ലാസ്റ്റ് ഓർ സ്നിഡോസൈറ്റ്സ് ടെൻറ്റക്കിൾസിലും ബോഡിയിലൊക്കെയാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഉള്ളിൽ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ നെമാറ്റോസൈറ്റ്സ് കാണപ്പെടും.
ഈ നിമാറ്റോസൈറ്റ്സിൻ്റെ ഉള്ളിൽ പോയിസൺ കാണും. അത് വെച്ചാണ് അവർ ശത്രുക്കളെ കൊല്ലുന്നതും ഇരപിടിക്കുന്നതും ഒക്കെ. സോ നമ്മൾ പറഞ്ഞു വന്നത് ഫൈലം സീലൻഡ്രേറ്റയ്ക്ക് ഫൈലം സ്നിഡേറിയ എന്ന പേര് വന്നത് എങ്ങനെയെന്നായിരുന്നു. ഓക്കെ, ദ നെയിം സ്നിഡേറിയ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ സ്നിഡോബ്ലാസ്റ്റ് ഓർ സ്നിഡോസൈഡ്സ് വിച്ച് കണ്ടെയ്ൻ ദ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ഓർ നിമാറ്റോസൈഡ്സ് പ്രസൻറ്റ് ഓൺ ദ ടെൻറ്റക്കിൾസ് ആൻഡ് ദ ബോഡി. ഓക്കെ, ഇനി ഈ സ്നിഡോബ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആൻകറേജ്, അതായത് അറ്റാച്ച്മെൻറ്റിന് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഡിഫെൻസ്, പിന്നെ ക്യാപ്ചർ ഓഫ് പ്രേ, ഇരപിടിക്കാൻ ഹെൽപ്ഫുള്ളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. സോ ഫങ്ഷൻസ് ഓഫ് സ്നിഡോബ്ലാസ്റ്റ് ആർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആൻകറേജ്, ഡിഫെൻസ് ആൻഡ് ക്യാപ്ചർ ഓഫ് പ്രേ. യൂസ്ഡ് ഫോർ ആൻകറേജ്, ഡിഫെൻസ് ആൻഡ് ക്യാപ്ചർ ഓഫ് പ്രേ. ഓക്കെ, ഇനി നിങ്ങളിവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഫിഗർ കൂടെ നോക്കണം. ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാം. സ്നിഡോബ്ലാസ്റ്റിൻ്റെ ഡയഗ്രമാറ്റിക് വ്യൂ ആണ് ആ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഈ സ്നിഡേറിയൻസ് 2 ബേസിക് ബോഡി ഫോംസ് എക്സിബിറ്റ് ചെയ്യാറുണ്ട്. അതാണ് പോളിപ്പും മെഡുസയും. സ്നിഡേറിയൻസ് എക്സിബിറ്റ് 2 ബേസിക് ബോഡി ഫോംസ് കോൾഡ് പോളിപ്പ് ആൻഡ് മെഡുസ. ഇനി എന്താണ് ഈ പോളിപ്പ്, എന്താണ് മെഡുസ എന്ന് നമുക്ക് നോക്കാം. ദ പോളിപ്പ് ഈസ് എ സിസൈൽ ആൻഡ് സിലിണ്ട്രിക്കൽ ഫോം ലൈക്ക് ഹൈഡ്ര ആൻഡ് അഡാംസിയ. അതായത് ഈ പോളിപ്പ് ഹൈഡ്ര, അഡാംസിയ തുടങ്ങിയവയെ പോലെ സിലിണ്ട്രിക്കലാണ്, അതുപോലെ തന്നെ സിസൈൽ അഥവാ അറ്റാച്ച്ഡ് ആണ്. ഫിഗറൊക്കെ ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അടുത്ത മെഡുസ എന്ന് പറയുമ്പോൾ അത് അംബ്രല്ല ഷേപ്ഡ് ആണ്, അതുപോലെ തന്നെ അത് ഫ്രീ സ്വിമ്മിങ് ആണ്, ഒരിടത്ത് അറ്റാച്ച് ചെയ്ത് നിൽക്കില്ല. അതിന് എക്സാമ്പിൾസാണ് ഔറീലിയ അല്ലെങ്കിൽ ജെലി ഫിഷ്. So the Cnidarians exhibit 2 basic body forms called a polyp and medusa. The polyp is a sessile and cylindrical form like hydra and adamsia. The medusa is umbrella shaped and free swimming like aurelia or jellyfish. Okay. നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കുക. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് പോളിപ്പ്. അതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പ് പോലെ നമുക്ക് മനസ്സിലാവും. അത് സിസൈൽ അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആണ്. സിലിണ്ട്രിക്കലാണ്, സിസൈൽ ഓർ അറ്റാച്ച്ഡ് ആണ്. അതിന് എക്സാമ്പിൾസാണ് ഹൈഡ്രയും അഡാംസിയും. ഇനി നിങ്ങൾ സെക്കൻഡ് ഫിഗർ നോക്കുക. അതാണ് മെഡുസ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അംബ്രല്ല ഷേപ്ഡ് ആണ്, അതുപോലെ തന്നെ അത് ഫ്രീ സ്വിമ്മിങ്ങും ആണ്. അംബ്രല്ല ഷേപ്ഡ് ആണ്, ഫ്രീ സ്വിമ്മിങ് ആണ്. അതിന് എക്സാമ്പിളാണ് ഔറീലിയ അല്ലെങ്കിൽ ജെല്ലി ഫിഷ്. ഓക്കെ, ഇനി ഈ 2 ഫോംസിലും എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് പോളിപ്പ് മെഡുസ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്നിഡേറിയൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റാജെനസിസ്. ഈ 2 ഫോംസിലും എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് പോളിപ്പ് മെഡുസ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്നിഡേറിയൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റാജെനസിസ് അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അതായത് പോളിപ്പ് അസെക്ഷലി മെഡുസെ ഫോം ചെയ്യും, അതുപോലെ തന്നെ മെഡുസെ സെക്ഷലി പോളിപ്പ് ഫോം ചെയ്യും. മനസ്സിലായോ? പോളിപ്പ് അസെക്ഷലി മെഡുസെ ഫോം ചെയ്യും, അതുപോലെ തന്നെ മെഡുസെ സെക്ഷലി പോളിപ്പ് ഫോം ചെയ്യും. ഒന്നും കൂടെ പറയാം. ദീസ് സ്നിഡേറിയൻസ് വിച്ച് എക്സിസ്റ്റ് ഇൻ ബോത്ത് ഫോംസ് എക്സിബിറ്റ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ മെറ്റാജെനസിസ്. ദാറ്റ് ഈസ് പോളിപ്പ് പ്രൊഡ്യൂസ് മെഡുസെ അസെക്ഷലി ആൻഡ് മെഡുസെ ഫോം പോളിപ്പ് സെക്ഷലി. മനസ്സിലായോ? പോളിപ്പ് അസെക്ഷലി മെഡുസെ ഫോം ചെയ്യും, അതുപോലെ തന്നെ മെഡുസെ സെക്ഷലി പോളിപ്പ് ഫോം ചെയ്യും. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് ഒബീലിയ. അടുത്ത് ഈ പോളിപ്പ് മെഡുസ ഫോംസിൻ്റെ ഡിഫറൻസ് നോക്കാം. ഇത് ഒരുപാട് തവണ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഡിഫറൻസസ് ബിറ്റ്വീൻ പോളിപ്പ് ആൻഡ് മെഡുസെ. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് പോളിപ്പ് എന്ന് പറഞ്ഞാൽ സിസൈൽ ഓർ അറ്റാച്ച്ഡ് ആണ്, അതേസമയം മെഡുസ എന്ന് പറഞ്ഞാൽ ഫ്രീ സ്വിമ്മിങ് ടൈപ്പാണ്. ഓക്കെ, പോളിപ്പ് എന്ന് വെച്ചാൽ സിസൈൽ ഓർ അറ്റാച്ച്ഡ് ആണ്, അതേസമയം മെഡുസെ ഫ്രീ സ്വിമ്മിങ് ടൈപ്പാണ്. സെക്കൻഡ്, പോളിപ്പ് സിലിണ്ട്രിക്കൽ ഫോമാണ്, എന്നാൽ മെഡുസെ അംബ്രല്ല ഷേപ്ഡ് ആണ്. പോളിപ്പ് സിലിണ്ട്രിക്കൽ ഫോമാണ്, എന്നാൽ മെഡുസെ അംബ്രല്ല ഷേപ്ഡ് ആണ്. അടുത്ത, പോളിപ്പ് പ്രൊഡ്യൂസസ് മെഡുസെ ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. പോളിപ്പും അസെക്ഷലി മെഡുസെ ഫോം ചെയ്യും, എന്നാൽ മെഡുസെ സെക്ഷലി പോളിപ്പ് ഫോം ചെയ്യും. ഓക്കെ, അത് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞു. ഇനി ആ എക്സാമ്പിൾസ് പറയുമ്പോൾ പോളിപ്പിന് എക്സാമ്പിളാണ് ഹൈഡ്രയും അഡാംസിയും. മെഡുസയുടെ എക്സാമ്പിൾ ഔറീലിയ ഓർ ജെല്ലി ഫിഷ്. ഓക്കെ, പോളിപ്പിന് എക്സാമ്പിൾ ഹൈഡ്രയും അഡാംസിയും, മെഡുസയുടെ എക്സാമ്പിൾ ഔറീലിയ ഓർ ജെല്ലി ഫിഷ്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫൈലം സീലൻഡ്രീറ്റ ഓർ ഫൈലം സ്നിഡേറിയയുടെ കോമൺ എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ ഫൈസാലിയ അഥവാ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നറിയപ്പെടുന്നു. ഫൈസാലിയ ഓർ ദ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. അടുത്ത അഡാംസിയ ഓർ സീ അനിമോൺ, പിന്നെ പെനാറ്റുല ഓർ സീപ്പെൻ, ഗോർഗോണിയ ഓർ സീഫാൻ ആൻഡ് മിയാൻഡ്രിന ബ്രെയിൻ കോറൽ. അപ്പോൾ ഇത്രയാണ് ഇതിലെ എക്സാമ്പിൾസ്. ഒന്നും കൂടെ പറയാം. ഫൈസാലിയ അഥവാ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ, അഡാംസിയ ഓർ സീ അനിമോൺ, പെനാറ്റുല ഓർ സീപ്പൻ, ഗോർഗോണിയ ഓർ സീഫാൻ, മിയാൻഡ്രിന ഓർ ബ്രെയിൻ കോറൽ.
അപ്പോൾ ഇത്രയാണ് ഇതിലെ എക്സാമ്പിൾസ് നിങ്ങൾ എന്തായാലും പഠിക്കണം. കാരണം ഈ എക്സാമ്പിൾസ് തന്നിട്ട് ഫൈലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഈ എക്സാമ്പിൾസ് മിക്സ് ചെയ്ത് തന്നിട്ട് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ പറയും. സോ അതുകൊണ്ട് തന്നെ എക്സാമ്പിൾസ് പഠിക്കാതെ ആരും എക്സാമിന് പോകരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഫൈലം പോറിഫെറയും ഫൈലം സീലൻഡ്രേറ്റയും പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഹാവ് എ നൈസ് ഡേ.